Moving on to second topic of drugstore management, that is inventory control. Control എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഐറ്റമൈസ്ഡ് സ്റ്റോക്കിംഗ് ഓഫ് ഡ്രഗ്സ്. അതിനാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺട്രോൾ ഓൺ സ്റ്റോക്ക് ഓഫ് ഡ്രഗ്സ്. സോ ഇൻവെൻട്രി കൺട്രോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സം ടോട്ടൽ ഓഫ് ഗുഡ്സ് that is stocked at any given point of time. അതിനാണ് നമ്മൾ പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ. സം ടോട്ടൽ ഓഫ് ഗുഡ്സ് that is stocked at any given point of time. അതിനാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് റെസ്പെക്റ്റീവ് ഓഫ് സബ്സ്റ്റൻസ്, ഐദർ ഇറ്റ് ഈസ് റോ മെറ്റീരിയൽ, ഫ്യൂവൽസ്, lubricants, maintenance consumable, or semi processed material, or finished goods. ഏത് വേണമെങ്കിലും ആവാം. റെസ്പെക്റ്റീവ് ഓഫ് സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദി stocks that is at any given point of time. Okay, let's see what are the ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി നോക്കാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് മാക്സിമം കസ്റ്റമർ സർവീസ്, അതായത് കസ്റ്റമേഴ്സിന് ഒരു നല്ലൊരു സർവീസ് കൊടുക്കുക. പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും വേസ്റ്റ് ആയി പോകരുത്. പിന്നെ മിനിമൈസ് ദ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേഞ്ചർ, അതായത് ഒരു പ്രോഡക്റ്റും തീർന്നു പോകരുത്, ഇല്ലാതായി പോകരുത്. അൺഅവൈലബിലിറ്റി ഒരിക്കലും ഉണ്ടാവില്ല ഒരു പ്രോഡക്റ്റ്. അതിന് ഇൻവെൻട്രി കൺട്രോൾ വെരി ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളെപ്പോഴും ഒരു റീ ഓർഡർ ലെവൽ, ബഫർ സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അത് ദാറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരിക്കലും തീർന്നു പോകരുത്. അതിനുവേണ്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ്, പ്രോപ്പർ ബാലൻസിങ് ഓഫ് ഓൾ മെറ്റീരിയൽസ്. ഓക്കെ, ഇത്രയാണ് മേജർ objective of the inventory control. Okay, then let's see what are the various methods of inventory control. ഈ ഇൻവെൻട്രി കൺട്രോൾ, ഇങ്ങനെ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേരിയസ് മെത്തേഡ്സ് ആർ ദെയർ. പല ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ഫാർമസിയിൽ ഡ്രഗ് സ്റ്റോർ ചെയ്യേണ്ടേ, ഒരു സ്റ്റോക്ക് ചെയ്യേണ്ടത്, അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഇൻവെൻട്രി കൺട്രോളിൻ്റെ മെത്തേഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാൻ പാടില്ല, പിന്നെ ഒരിക്കലും അതെപ്പോഴും നമുക്ക് നഷ്ടം വരാൻ പാടില്ല. മിനിമൈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമൈസ് ചെയ്യണം, ഔട്ട് ഓഫ് പോക്കറ്റ് ആയി പോരുത്, നഷ്ടത്തിലാവരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഇത് ഇൻവെൻട്രി കൺട്രോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുമനുസരിച്ചാണ് അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞിരിക്കുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ്. ഓക്കെ, ഫസ്റ്റ് ടെക്നിക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതാണ് ഫസ്റ്റ് മെത്തേഡ്സ്. ഓക്കെ, ഹിയർ it is used to find out how much the inventory is to be ordered. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് മിനിമം ഇൻവെൻട്രിയിൽ ഒരു ഫാർമസി അല്ലെങ്കിൽ ഒരു ഡ്രഗ് സ്റ്റോർ റൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, എത്രയായിരിക്കണം മിനിമം ക്വാണ്ടിറ്റി ടു ബി ഓർഡേഡ്. ഹൗ മച്ച് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ടു ബി ഓർഡേഡ് ടു റൺ എ ഫാർമസി സക്സസ്ഫുള്ളി. അതാണ് ഇതിനു വേണ്ടി നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി എത്രയാണ് ബൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഓർഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് എക്കണോമിക് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് EOQ is equal to square root of 2UO divided by C. EOQ is equal to square root of 2UO divided by C. ഇതിനകത്ത് E എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, U യൂസേജ് ഓർ കൺസംഷൻ ഇൻ യൂണിറ്റ്സ് ഡ്യൂറിങ് പർട്ടിക്കുലർ പീരീഡ്. അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓർഡറിങ് കോസ്റ്റ്, C കോസ്റ്റ് ഓഫ് ക്യാരിങ് 1 യൂണിറ്റ് ഫോർ ദി പർട്ടിക്കുലർ പീരീഡ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇത് ഈ ഫാർമസി റൺ ചെയ്താൽ മാത്രമേ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഓൺലി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിനിമം ഓർഡർ ലെവലിൽ ഫാർമസി നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഈസ് പെർപ്പച്വൽ ഇൻവെൻട്രി. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻവെൻട്രി ആണ്. മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ദ സ്റ്റോർ ബാലൻസ് ആഫ്റ്റർ എവറി റിസിപ്റ്റ് ആൻഡ് ഇഷ്യൂ. ഓക്കെ, എപ്പോഴാണോ ഡ്രഗ് റിസീവ് ചെയ്തോ അപ്പോഴൊക്കെ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്യൂ ചെയ്താലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈം ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ എപ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്താലും ഇഷ്യൂ ചെയ്താലും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് പെർപ്പച്വൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂസ് ഇൻവെൻട്രി സിസ്റ്റം എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കണ്ടിന്യൂസ്. ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ് റെഗുലർ ചെക്കിംഗ്, പ്രിവെൻറ്റ് ക്ലോസിംഗ് ഡൗൺ. ഓക്കെ, ആഫ്റ്റർ എവരി റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ദ എൻട്രി ഈസ് മെയ്ഡ്.
ഓക്കെ, എവരി റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂവിൽ നമ്മൾ എൻട്രി അപ്ഡേറ്റ് ചെയ്യണം. അതാണ് എൻട്രീസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് 3 ടെക്നിക്സ് ആണ്: ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജർ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജർ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. ഇതിനകത്ത് ഫസ്റ്റ് വൺ ബിൻ കാർഡ് എന്നാണ് പറയുന്നത്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ബിൻ കാർഡ്, ഒരു കാർഡ് എപ്പോഴും റെഡി റെഫറൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എ സ്റ്റോർ കീപ്പർ ഇൻ ഹിസ് സ്റ്റോർ that keeps the record of all items of material and goods in his stores. Okay, കാർഡ് മെയിൻറ്റെയിൻ ചെയ്യാനകത്ത് സ്റ്റോറിലുള്ള എല്ലാ ഐറ്റംസിൻ്റെ മെറ്റീരിയലിൻ്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് തന്നെ, കാർഡിനകത്ത് തന്നെ ദിസ് ബിൻ കാർഡ് ഷോസ് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് മെറ്റീരിയൽ റിസീവ്ഡ് ആൻഡ് ഇഷ്യൂഡ് ഇൻ ദ ആൻഡ് ദ എമൗണ്ട് ദാറ്റ് ഈസ് ഇൻ സ്റ്റോക്ക്. ആ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ടാവും. റിസീവ്ഡ് ഉണ്ടാവും, ഇഷ്യൂഡ് ഉണ്ടാവും, സ്റ്റോക്കിലുള്ളതുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സ്റ്റോർ ലെഡ്ജർ. ഓക്കെ, സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ കീപ്പ് ചെയ്യില്ല. ലെഡ്ജർ, അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. റെസിപ്റ്റ്, ഇഷ്യൂ, ഇൻ സ്റ്റോക്ക് സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് വെച്ചിട്ട് ലെഡ്ജർ കീപ്പ് ചെയ്യും. ലെഡ്ജറിൽ ലൂസ് ലീഫ് ആയിരിക്കും, ബൗണ്ടഡ് ആയിരിക്കില്ല, ബൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, ലൂസ് ലീഫ് ആയിരിക്കും. ഈസിലി റിമൂവ് ആൻഡ് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ് ലീഫ് ആയിരിക്കും. പിന്നെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റോക്ക് ഷുഡ് ബി വെരിഫൈഡ്. എല്ലാ ടൈമിലും സ്റ്റോക്ക് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഓരോ ഐറ്റം റിസീവ് ചെയ്യുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും സ്റ്റോക്ക് എപ്പോഴും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് മെയിനായിട്ട് വരുന്നത് കോസ്റ്റ്ലി ഐറ്റംസ്, സെലക്റ്റഡ് കോസ്റ്റ്ലി ഐറ്റംസിനാണ് എപ്പോഴും കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് നമുക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ദെൻ ഇതിനകത്ത് അഡ്വാൻറ്റേജസ് ഓഫ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റക്ഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് ക്ലറിക്കൽ എറർ. ഓക്കെ, പെർപ്പച്വൽ കണ്ടിന്യൂസ് ഇൻവെൻട്രി ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്ലറിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. ഓക്കെ, പിന്നെ ഇറ്റ് എൻഷുവർ റിലയബിൾ ചെക്കിംഗ് ഓഫ് ദി സ്റ്റോർ ഐറ്റംസ്. ഓക്കെ, റിലയബിൾ ചെക്കിങ്ങിനുള്ള ഒരു അവസരം ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഷോർട്ടേജ് വന്ന ടൈമിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഒരു ബാലൻസ് ഷീറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. നമുക്കുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്യാൻ ബി ഈസിലി ഡോക്യുമെൻറ്റഡ്. ഓക്കെ, പിന്നെ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ഓക്കെ, ദെൻ അനദർ ടേം ആണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻവെൻട്രിയിലെ ഒരു ടേമാണ് റീ ഓർഡർ ലെവൽ. റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലെവൽ ഫിക്സ്ഡ് ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. എപ്പോഴാണ് നമ്മൾ റീ ഓർഡർ ചെയ്യേണ്ടത്, ആ ടൈം, ആ ലെവൽ എപ്പോഴും മാക്സിമം നമ്മളൊരു സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സാധനം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോക്ക് ആക്കി വയ്ക്കും. പിന്നെ ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മിനിമം ലെവൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ വെച്ചായിരിക്കും നമ്മൾ റീ ഓർഡർ ചെയ്യുന്നത്, വീണ്ടും സാധനങ്ങൾ ഓർഡർ ചെയ്യുക. ആ ഫിക്സ്ഡ് ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ റീച്ചസ് അറ്റ് ദിസ് പോയിൻറ്റ്, പ്രോസസ് ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റാർട്ടഡ്. ഓക്കെ, ഈ റീ ഓർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ നമ്മൾ മിനിമം ലെവലിൽ എത്തുന്നതിന് മുന്നേ പ്രോഡക്റ്റ് വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി റീ ഓർഡർ ലെവൽ ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ മിനിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, മിനിമം സ്റ്റോക്ക് ലെവലിൽ എത്തുന്നതിന് മുന്നേ ആയിരിക്കും റീ ഓർഡർ ലെവൽ പറയുന്നത്. ഓക്കെ, അല്ലാതെ മിനിമം ലെവൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കട്ട് ഓഫ് പറയരുത്, അതിൻ്റെ തൊട്ട് മുകളിലായിരിക്കണം ഇത് പറയേണ്ടത്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ടൈം ആൻഡ് സ്റ്റോക്ക് ഓഫ് ദി ഐറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മാക്സിമം ലെവലെത്തി, അത് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ മിനിമം ലെവൽ എന്ന് പറയുന്നത്. ബഫർ സ്റ്റോക്ക് ഈസ് ദ മിനിമം ലെവൽ. അതിൻ്റെ ഇടയിൽ, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ റീ ഓർഡർ പർച്ചേസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പർച്ചേസ് പ്രോസസ്സ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റീ ഓർഡർ ലെവലിൽ വെച്ച് പർച്ചേസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഫർ സ്റ്റോക്കിന് മുന്നേ നമുക്ക് വീണ്ടും ആ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. റീ ഓർഡർ ലെവൽ എന്നുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾ ഈ ഗ്രാഫ് എന്തായാലും മെൻഷൻ ചെയ്യണം. ഓക്കെ, ദെൻ വേരിയസ് ടെക്നിക്സ്. നമ്മൾ ഓൾറെഡി ടെക്നിക്സ് പറഞ്ഞു, ഇത് മെത്തേഡ്സ് ആണ്. ഇത്രയും പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, പെർപ്പച്വൽ ഇൻവെൻട്രിയും റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ടെക്നിക്സ് ആണ്. ഇനി വേരിയസ് മെത്തേഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻവെൻട്രി കൺട്രോളിലുള്ള വേരിയസ് മെത്തേഡ്സ്. ABC മെത്തേഡ് ഉണ്ട്, HML മെത്തേഡ്. ABC എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ, HML എന്ന് പറഞ്ഞാൽ ഹൈ മീഡിയം ലോ, VED എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ, ഗോൾഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഡിനറി ലോക്കൽ ഫോറിൻ, FSN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ്, SOS മെത്തേഡ് എന്ന് പറഞ്ഞാൽ സീസണൽ, ഓഫ് സീസണൽ. ഓക്കെ, പിന്നെ XYZ മെത്തേഡ്. ഓക്കെ, ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ നോർമലി ഇൻവെൻട്രി കൺട്രോളിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ABC. മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ABC ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ABC മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസിന് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ABC. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ, എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഒന്നാമത് ബേസ്ഡ് ഓൺ ടോട്ടൽ ഐറ്റം, എത്ര ഐറ്റം ഉണ്ടെന്നുള്ള ബേസ് ചെയ്തിട്ട് 3ആയിട്ട് കാറ്റഗറി. അതായത് ടോട്ടൽ ഇൻവെൻട്രിയുടെ 10% ആണ് A ഐറ്റം ഉണ്ടാവുക, 20% ആണ് B ഐറ്റം ഉണ്ടാവുക, 70% C ഐറ്റം. അങ്ങനെയാണ് ടോട്ടൽ ഐറ്റം ആയിട്ടത് കാറ്റഗറൈസ് ചെയ്യും ABC. പിന്നെ കാറ്റഗറൈസ് ടോട്ടൽ ബഡ്ജറ്റ്, അതായത് കോസ്റ്റ്. നമ്മൾ ടോട്ടൽ ഒരു മാസം എത്രയാണോ ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് എടുക്കുന്നത്, അതിൻ്റെ 70% ആയിരിക്കും A ഐറ്റം പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും Aയിൽ വരുന്നത്. പിന്നെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് കോസ്റ്റ്ലി 20%, C എന്ന് പറഞ്ഞാൽ ആ കൂടി 10%. പക്ഷേ 70% ഐറ്റവും C ആയിരിക്കും, പക്ഷേ കോസ്റ്റ് ടോട്ടൽ 10% വരുള്ളൂ. പിന്നെ കൺട്രോൾ, നമ്മൾ എപ്പോഴും ഇൻവെൻട്രി കൺട്രോൾ ഏറ്റവും സ്ട്രിക്റ്റ് കൺട്രോൾ വേണ്ടത് A ഐറ്റംസാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ കോസ്റ്റ്ലി ഐറ്റംസ്. ദെൻ B ആണ് മോഡറേറ്റ്, ലൂസ് കൺട്രോൾ മതി. C OTC ഡ്രഗ്സ്, വില കുറഞ്ഞ ഡ്രഗ്സ് ആണ്, അപ്പോൾ ലൂസ് കൺട്രോൾ മതി. പിന്നെ സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോ ലെവലാണ്. കാര്യം അത് ഈ കോസ്റ്റ്ലി ഐറ്റംസ് ഏറ്റവും അവസാനം ആകുമ്പോഴേ വാങ്ങുള്ളൂ, അത് വെച്ച് വെറുതെ കളയാൻ പറ്റില്ല. ഈ C നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓർഡർ ചെയ്യാം, സ്ഥിരം പോകുന്ന ഡ്രഗ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ A ഐറ്റംസിന് പെർപ്പച്വൽ ഇൻവെൻട്രി വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു ഫ്രീക്വൻറ്റ് ഫോളോ അപ്പ് വേണ്ടി വരും. B ഐറ്റംസിന് പീരിയോഡിക്, നമ്മൾ Cക്ക് വല്ലപ്പോഴും ഫോളോ അപ്പ് മാത്രം മതി. A ഐറ്റംസ് ആണ് നോർമലി സീനിയർ ചീഫ് ഫാർമസിസ്റ്റ് ഡീൽ ചെയ്യുന്നത്, മിഡിൽ ലെവലുള്ള ഫാർമസിസ്റ്റ് ആണ് B ഐറ്റംസ് ഡീൽ ചെയ്യുന്നത്. C ക്യാൻ ബി ഡീൽ ബൈ എനി വൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ABC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ABC. A ആണ് ഏറ്റവും കോസ്റ്റ്ലി, B 20% ഓഫ് ടോട്ടൽ കോസ്റ്റ്, C 10%, ചീപ്പസ്റ്റ് 10%. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ABC അനാലിസിസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ പ്രൊസീജിയറാണ്, എങ്ങനെയാണ് ABC അനാലിസിസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം. ABC അനാലിസിസിൽ നമ്മൾ അതിനകത്ത് വരുന്ന ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിറ്റ് ഒരു സീരിയൽ നമ്പർ വരും. 25 ഐറ്റംസിൻ്റെ ABC അനാലിസിസ് ആണ് നോർമലി ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ടേബിൾസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടേബിളിനകത്ത് സീരിയൽ നമ്പർ, സെക്കൻഡ് ഈസ് പ്രൈസ് ഓഫ് ദി യൂണിറ്റ് പ്രൈസ്, യൂണിറ്റ് ഐറ്റത്തിൻ്റെ യൂണിറ്റ് പ്രൈസ് ഉണ്ടാവും, പിന്നെ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങളാണ് തരിക. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ABC കാറ്റഗറൈസ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ABC കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 70% ഓഫ് ടോട്ടൽ കോസ്റ്റ്. അല്ല, ഇവിടെ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ 70% ഓഫ് ടോട്ടൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cയിലാണ് വരുന്നത്. 20% ഓഫ് ടോട്ടൽ ഐറ്റം, 10% A. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. അതിൻ്റെ വേണമെങ്കിൽ ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്ക് തരാം. പ്രോബ്ലം ഞാൻ ഇപ്പം ഇല്ല, ഞാൻ നോക്കട്ടെ, ഇവിടെ പഴയ റെക്കോർഡിലുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം അതിൻ്റെ പ്രോബ്ലം. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത്, ABC അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അതിപ്പോൾ പ്രോബ്ലം കയ്യിലില്ല, ഞാൻ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കട്ടെ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ അത്ര അറിഞ്ഞിരിക്കാം കേട്ടോ. The next is VED. VED is vital, essential, desirable. Okay, vital products എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ വാക്സിൻസ്, അതിനൊക്കെയാണ് വൈറ്റൽ. ഇൻസുലിൻ അങ്ങനെയുള്ള തന്നെയാണ് വൈറ്റൽ എന്ന് പറയുന്നത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ്,
ഡിസൈറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTC ഡ്രഗ്സ്. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഗോൾഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ. ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൺ ഐറ്റംസ് ആർ മാനുഫാക്ചർഡ് മാർക്കറ്റഡ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ഗവൺമെൻറ് ഓൺലി. അതിനാണ് നമ്മൾ ഗവൺമെൻറ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും ഏതാ, നോർമലി കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ആൻറ്റി ട്യൂബർക്കുലാർ ഡ്രഗ്സ്, TB, പിന്നെ HIV, പിന്നെ മാനുഫാക്ചർ ചെയ്യുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ്, പിന്നെ ഏതാ, ഇങ്ങനെയുള്ള ഡ്രഗ്സൊക്കെ നോർമലി ഗവൺമെൻറ് ആണ് മാർക്കറ്റിംഗ് മാനുഫാക്ചറിങ് ഒക്കെ നോർമലി നടക്കുന്നത്. അതിനൊക്കെ ഒരു പ്രത്യേക കൺട്രോൾ വേണം. ഓക്കെ, അതുകൊണ്ടാണ് അത്. ഓർഡിനറി മീൻസ് ഓർഡിനറി പ്രൊസീജിയർ ഓൺലി, ദോസ് ഐറ്റംസ് വിച്ച് റിക്വയർ ഓർഡിനറി പ്രൊസീജിയർ ഓൺലി. ഓക്കെ, ഉള്ള ഐറ്റംസിനാണ് നമ്മൾ നോർമൽ ഡ്രഗ്സ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ദാറ്റ് ഈസ് മാനുഫാക്ചർഡ് ലോക്കലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാനുഫാക്ചർ. ഫോറിൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ഡ്രഗ്സ്. ഇത്രയാണ്, അങ്ങനെയാണ് ഡ്രഗ്സിനെ കാറ്റഗറി. അതും ഓരോ കാറ്റഗറി ആണ്. ഒരു നമ്മൾ ഡ്രഗ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു കാറ്റഗറി. ഗവൺമെൻറ് സപ്ലൈസിന് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും, ഓർഡിനറി സപ്ലൈസിന് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും, ലോക്കൽ സപ്ലൈസിന് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും, ഇമ്പോർട്ടഡ് ഡ്രഗ്സിന് വേറെ സ്ഥലത്ത് സ്റ്റോർ ചെയ്യും. അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് കേട്ടോ. FSN എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റ് മൂവിങ് ഡ്രഗ്സ് ഉണ്ടാവും, അത് ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യുക. സ്ലോ മൂവിങ് വേറെ സ്ഥലത്ത് കീപ്പ് ചെയ്യുക. നോൺ മൂവിങ് വേറൊരു സ്ഥലത്ത് കീപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്റ്റോക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. വേരിയസ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.